എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു കിഡിലോസ്കി മുട്ട തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ബെസ്റ്റ്. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഇച്ചിരി കറിവേപ്പില ആഡ് ചെയ്യാം കേട്ടോ. ഫ്ലേവറിന് മാത്രമല്ല, ഡൈജഷനും ഡയബറ്റീസിനും ഹെയറിനും സ്കിന്നിനും ആൻറ്റി ഓക്സിഡൻറ്റ് ന്യൂട്രിയൻസ് അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ കറിയിലെ കറിവേപ്പില ഇനി കളയാതെ കഴിച്ചോളൂ കേട്ടോ. സവാള നന്നായി തന്നെ സോട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചതിന് ശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. ഇഞ്ചി അധികം റോസ്റ്റ് ചെയ്യണ്ട, ചെറിയ ഒരു റോ ഫ്ലേവർ നല്ലതാണ് ഈ റെസിപ്പിക്ക്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പൊടികൾ നന്നായി റോസ്റ്റ് ആയതിനു ശേഷം ഒരു കുഞ്ഞു തക്കാളി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം കേട്ടോ. തക്കാളി നന്നായി കുക്കാവുന്നത് വരെ കുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് നമ്മുടെ മസാലയിലേക്ക് ഹൈ ഫ്ലെയിമിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒപ്പം തന്നെ മിക്സ് ചെയ്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി സ്പ്രിങ്കിൾ ചെയ്ത് ഈവനായിട്ട് എല്ലാ പോർഷനിലേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി ഓപ്ഷണലാണ്, ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇച്ചിരി മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്താൽ നമ്മുടെ കിഡിലോസ്കി മുട്ടത്തോരൻ സെറ്റാണ്. മുട്ട പല രീതിയിൽ പൊരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു എക്സ്പെരിമെൻറ്റിന് ഇത്രയും ടേസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. പൊള്ളി ഐറ്റമാണ്, മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും വേറെ കറികളൊന്നും തന്നെ വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പിയും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയോ ഫേസ്ബുക്ക് പേജിലൂടെയോ സജസ്റ്റ് ചെയ്യാം കേട്ടോ. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും വാട്സപ്പ് ചാനലും ഫോളോ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. താങ്ക്